നെഗറ്റീവ് കാര്യങ്ങളെയും ഈ PR വർക്ക്സ് ഒരു വൈറ്റ് വാഷ് ചെയ്യുന്ന പോലെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രേക്ഷകർ കാലത്തിനൊട്ടിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്സര അത് ആക്സെപ്റ്റ് ചെയ്തോ ഇല്ലെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. നമ്മുടെ ജാസ്മിൻ ഗബ്രി കോംബോ, അതുപോലെ തന്നെ അർജുൻ ശ്രീതു, അപ്പോൾ ഇങ്ങനത്തെ കോംബോസ് ശരിക്കും നമ്മുടെ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ വർക്ക്ഔട്ട് ആവുമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്സര നല്ലൊരു ഗെയിമറാണെന്ന് രതീഷ് ചേട്ടൻ അതിൽ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ ആൾ എവിക്റ്റായി പോയതും ഭയങ്കര അൺഫെയർ ആയിട്ടാണ് പലർക്കും ഫീൽ ചെയ്തത്. രതീഷ് ചേട്ടൻ അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ല, അപ്സരയുടെ അടുത്ത് ഞാൻ ഗസ്റ്റായി പോയപ്പോൾ അപ്സരയുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു, ആദ്യത്തെ ആഴ്ച ഞാൻ കണ്ട ഒരു ഫയർ ലേഡി ഉണ്ടായിരുന്നു അപ്സരയുടെ ആ ഗ്രാഫ് ഞാൻ ഗസ്റ്റായിട്ട് വന്ന് ഇപ്പോൾ ഈ നിമിഷം വരെ എനിക്ക് തോന്നിയത്, പുറത്തത്തെ കാര്യമല്ല, ആ ടൈം പീരീഡിൽ ഗസ്റ്റായിട്ട് വന്ന ആ ടൈം പീരീഡിൽ എനിക്ക് തോന്നിയത് കുറച്ച് താഴോട്ട് പോകുന്നുണ്ടോ, എനിക്ക് ഒരു തോന്നൽ വന്നിട്ടുണ്ട് എന്ന് ഞാൻ അപ്സരയുടെ അടുത്ത് പറഞ്ഞതാണ്. അത് ഞാനത് പ്രേക്ഷകർക്കൊക്കെ മനസ്സിലാവുന്നതാണത്. കാരണം ആദ്യം കണ്ട അപ്സര പിന്നെ മെല്ലെ 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 ചെറുതായിട്ട് ഡൗൺ, പിന്നെ വീണ്ടും കയറും, പിന്നെയും ചെറുതായിട്ട് ഡൗൺ ആയിട്ട് വരുന്ന ഒരു അപ്സരനെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനത് കറക്റ്റായിട്ട് ഞാൻ പുറത്തത്തെ കാര്യമല്ല, ഞാൻ അവിടെ ചെന്ന് ഗസ്റ്റായിട്ട് വന്ന് നിന്ന് ആ ദിവസം മുതൽ ഇപ്പോൾ അപ്സരയോട് സംസാരിക്കുന്ന ഈ ഒരു ടൈം പീരീഡ് വരെ ഞാൻ കണ്ട അപ്സര ആദ്യത്തെ അപ്സരല്ല, കുറച്ചൊന്ന് ചൈൽഡിഷ് ആയിട്ട് മാറുന്നുണ്ടോ, അല്ലെങ്കിൽ ഒന്ന് ഗ്രാഫ് താഴോട്ട് പോകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ അപ്സര അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അപ്സര അത് ആക്സെപ്റ്റ് ചെയ്തോ ഇല്ലെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അങ്ങനെയായിരുന്നു. അപ്സര ആദ്യത്തെ അപ്സര ആയിരുന്നില്ല, മെല്ലെ മെല്ലെ ഗ്രാഫ് താഴത്തോട്ട് ചൈൽഡിഷ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. അത് ഞാൻ അപ്സര അടുത്ത് പറഞ്ഞു. പിന്നെ അപ്സര അത് മാറ്റി വീണ്ടും കയറാൻ തുടങ്ങി. അതായത് അപ്സര ആ ഒരു ചൈൽഡിഷ് ക്യാരക്ടറൊക്കെ മാറ്റി അങ്ങനെ മെല്ലെ മെല്ലെ കയറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ എവിക്ഷനും കാര്യങ്ങളൊക്കെ വന്നത്. അതിപ്പോൾ പ്രേക്ഷകരല്ലേ മാറ്റി പിടിക്കലും പിന്നെ അൺപ്രഡിക്റ്റബിൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ഓക്കെ, ഈ PR ഉണ്ടായിരുന്നു രതീഷേട്ടന്? ഇല്ല. അതിനെക്കുറിച്ച് എന്താ പറയുക? ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പല നെഗറ്റീവ് കാര്യങ്ങളെയും ഈ PR വർക്ക്സ് ഒരു വൈറ്റ് വാഷ് ചെയ്യുന്ന പോലെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അല്ല, എനിക്ക് അത് അവർ പറയുന്നത് PR-നെ ആരെ ഏൽപ്പിച്ചില്ല എന്നല്ലേ. അപ്പൊ നമുക്കറിയില്ലല്ലോ അവർ PR-നെ ഏൽപ്പിച്ചിട്ടുണ്ടോ ഇല്ലെന്ന്. എൻ്റെ കാര്യം ഞാൻ പറയാം, ഞാൻ PR-കാരെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ PR എന്ന് പറഞ്ഞാൽ എന്നെ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ എന്നെ ഇഷ്ടപ്പെട്ടാൽ മതി. ഞാൻ അങ്ങനെ വിചാരിച്ച് പോയ ഒരാളാണ്. ഞാനല്ലാതെ ഒരാളോട് പോലും എൻ്റെ ഫ്രണ്ട്സിനോട് പോലും എന്നെ ബൂസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ഫേസ്ബുക്കൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. ഞാനൊന്നും വലിയ ആക്റ്റീവോ കാര്യങ്ങളൊന്നുമല്ല. ഞാൻ ആക്റ്റീവ് ഒന്നുമല്ല. ഞാനവിടെ ഗെയിം കളിക്കാൻ പോയി, ഞാൻ 100% നീതി പുലർത്തിയിട്ട് ഞാനവിടെ ഗെയിം കളിച്ചിട്ടുണ്ട്. എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്നെ ഇഷ്ടപ്പെട്ടാൽ മതി. എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നല്ലത് എന്നെ കുറിച്ച് പറയാൻ തോന്നി അവർ പോസ്റ്റ് ചെയ്യട്ടെ. അവർ പോസ്റ്റ് ചെയ്യട്ടെ. ഇപ്പോൾ അക്ഷര ഇപ്പോൾ എന്നെ കുറിച്ചിട്ട് നല്ലത് പറയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അക്ഷര അത് പോസ്റ്റ് ചെയ്യട്ടെ. അല്ലാതെ ഞാൻ വേറെ ഒരു ഉണ്ടാക്കിയിട്ട് കുറേ ആൾക്കാർ ഇപ്പോൾ ഞാൻ ഒരു നെഗറ്റീവ് കാണിച്ചു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് കാര്യമില്ല. കാരണം ഞാനൊരു നെഗറ്റീവ് കാണിച്ചാൽ അത് നെഗറ്റീവ് തന്നെയാണ്, അല്ലേ? അത് നെഗറ്റീവ് മാറ്റിയിട്ട് നമ്മൾ പോസിറ്റീവ് ആക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം പോസിറ്റീവ് ആക്കാൻ നോക്കുന്നു അത്രത്തോളം നമുക്ക് വീണ്ടും നെഗറ്റീവ് കയറുക ചെയ്യാം. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഒരു നെഗറ്റീവ് സംഭവം ചെയ്തു, ആ നെഗറ്റീവിനെ ഞാൻ വെളുപ്പിച്ച് നേരത്തെ അക്ഷര പറഞ്ഞ പോലെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഇങ്ങനെ പെയിന്റ് അടിച്ചു. നെഗറ്റീവ് മാറില്ല, അതിങ്ങനെ ഏച്ച് കെട്ടി മുളച്ച് നിൽക്കുന്ന പറയില്ലേ, അതുപോലെ അത് മുളച്ച് വരും. എത്രത്തോളം PR-കാരെ പെയിന്റ് അടിക്കുന്നു അത്രത്തോളം വീണ്ടും നെഗറ്റീവ് നമുക്ക് കയറുക ചെയ്യാം. പിന്നെ നമ്മൾ പ്രശ്നം എന്താ പറയുക, പിന്നെ നമ്മളൊരു പോസിറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ അതും പോസിറ്റീവായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ ജനങ്ങൾ മറക്കും. അതും ഇവന് നെഗറ്റീവ്, അതാണ് പ്രശ്നം. അപ്പം നെഗറ്റീവ് ഉള്ളത് നെഗറ്റീവ് തന്നെ പറയണം, പോസിറ്റീവ് ഉള്ളത് പോസിറ്റീവ് തന്നെ പറയണം. ഞാൻ അങ്ങനെ ഒരു ആളാണ്. ഞാൻ നെഗറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവ് എൻ്റെ അടുത്ത് പറഞ്ഞോളൂ. അത് എനിക്ക് അതാണ് ഇഷ്ടം. അല്ലാതെ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ട് എഫക്ട് ചെയ്യില്ലെന്നാണ് പറയണേ. വൈറ്റ് വാഷ് ചെയ്തുകൊണ്ട് എഫക്ട് ചെയ്യില്ല. ജനങ്ങൾ മണ്ടന്മാരല്ലോ. ജനങ്ങൾ കാണുന്ന ജനങ്ങൾ പണ്ടത്തെ പോലെ ജനങ്ങൾ അതിലും വലിയ മാറ്റിപ്പെടുത്തുന്ന ആൾക്കാരാ. ഇപ്പോഴത്തെ പ്രേക്ഷകരുടെ ഫുൾ പൾസ് മാറിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രേക്ഷകർ കാലത്തിനൊട്ടിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പണ്ടത്തെ പോലെയല്ല. ഇപ്പൊ എൻ്റെ അച്ഛൻ ചിന്തിക്കുന്ന പോലെയല്ല ഇന്ന് അക്ഷര ചിന്തിക്കുന്ന പോലെയല്ല വേറെ ആൾക്കാർ ചിന്തിക്കുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ 10 അഭിപ്രായങ്ങളാണ്. പണ്ടൊക്കെ ഒരു സിനിമ ഇറങ്ങിയിട്ട് എല്ലാ ഒറ്റ അഭിപ്രായം, നല്ലതാണെങ്കിൽ എല്ലാവരും കൂടി നല്ലതാന്ന് പറയും, പൊട്ടയാണെന്ന് എല്ലാവരും കൂടി പൊട്ടാന്ന് പറയും. പക്ഷെ ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ താൻ നോക്കിയിട്ടുണ്ടോ, 10 പേരെ റിവ്യൂ എടുക്കുമ്പോൾ 10 അഭിപ്രായങ്ങൾ വരിക.
അപ്പൊ ആൾക്കാർ അതും ആധികാരമായിട്ടൊക്കെ സംസാരിക്കുക. ഒരു സിനിമ എടുത്താൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അങ്ങനെ ഇതിങ്ങനെ പണ്ടൊക്കെ എന്താ നല്ല സിനിമയാട്ടാ എന്ന് പറഞ്ഞിട്ട് പോകും അല്ലേ. നമ്മളൊക്കെ തിയേറ്ററിൽ പോകുമ്പോൾ അല്ലെങ്കിൽ അച്ഛനൊക്കെ തിയേറ്ററിൽ നല്ല സിനിമയാട്ടാ അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഞാനടക്കമുള്ള ആൾക്കാർ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇങ്ങനെ പിന്നെ അതിന്റെ BGM ഇങ്ങനെ കൊടുത്താൽ അത് പാടില്ല, അതിന്റെ കളർ ടോൺ അങ്ങനെയൊക്കെ സംസാരിച്ചു തുടങ്ങിയപ്പോ അല്ലേ. അപ്പൊ പ്രേക്ഷകരെ പറ്റിക്കാൻ ആർക്കും പറ്റില്ല. അപ്പൊ നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് നെഗറ്റീവായിട്ട് തന്നെ ഇരിക്കട്ടെ. നമ്മളത് പോസിറ്റിവിറ്റിയിലേക്ക് മാറുമ്പോൾ അത് ജനങ്ങൾ അത് നെഗറ്റീവായിരുന്നു പക്ഷെ ഇപ്പോൾ ഇയാൾ കളിച്ചത് പോസിറ്റീവാന്ന് പറയും. അതേ ജനങ്ങൾ നമുക്ക് നമ്മുടെ എൻ്റെ കാര്യം തന്നെ എടുത്തു. അതായത് 3 ദിവസം നെഗറ്റീവ് ഗെയിം കളിച്ചതിൻ്റെ ഒക്കെ എനിക്ക് പറ്റി. കാരണം എനിക്ക് വോട്ടിങ് അന്ന് കുറഞ്ഞു. അവസാനത്തെ 2 ദിവസമാണ് എനിക്ക് ഭയങ്കര വോട്ട് കയറിയെന്നാണ് പറയണത് അവസാനത്തെ 2 ദിവസം. പക്ഷെ എന്താ ചെയ്യുക, ആദ്യത്തെ 3 ദിവസത്തെ അത് പോയില്ലേ, ആ വോട്ട് പോയി. കാരണം ഞാൻ നെഗറ്റീവ് ഗെയിം കളിച്ചത്. എന്നെ വെളുപ്പിക്കാൻ ഇവിടെ ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവസാനത്തെ 2 ദിവസം എനിക്ക് വോട്ട് കയറില്ല. ഞാൻ നല്ലത് ചെയ്തതും നെഗറ്റീവ് ആണെന്ന് പറയുള്ളൂ. അപ്പൊ എന്നെ വെളുപ്പിക്കാൻ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ വെളുപ്പിക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ നെഗറ്റീവായിട്ട് കടന്നു. അത് കാരണം എനിക്ക് വോട്ട് കയറിയില്ല. അവസാനത്തെ 2 ദിവസം ഭയങ്കരമായിട്ട് വോട്ട് കയറുണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോഴേക്കും എന്താ ചെയ്യുക, വോട്ട് ബാങ്ക് ക്ലോസ് ചെയ്തു. ഞാനപ്പോൾ എവിക്റ്റായി. അപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 7 ദിവസമേ ഞാൻ നിന്നിട്ടുള്ളൂ. എങ്കിലും 7 ദിവസം നിന്നത് ബിഗ് ബോസ് സീസൺ 6 ഞാൻ ഓഡിഷനും പറഞ്ഞത് തന്നെയാണ്. ബിഗ് ബോസ് സീസൺ 6 രതീഷ് കുമാർ എന്ന വ്യക്തി ആദ്യത്തെ ആഴ്ച പുറത്താവുമ്പോഴും ഇങ്ങനൊരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ബെഞ്ച് മാർക്ക് വരുത്തിയിട്ട് ഞാൻ പോവുള്ളൂ എന്ന് ഞാൻ ഓഡീഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. AVയിൽ പറഞ്ഞു, ലാലേട്ടൻ്റെ നമുക്ക് ഫസ്റ്റ് ദിവസം എൻട്രി വരുമ്പോൾ AV കാണിക്കും വീട്ടുകാരുടെ. ആ AVയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ബെഞ്ച് മാർക്ക് വരുത്തുക. അത് ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട്. ഞാനൊരു ബെഞ്ച് മാർക്ക് വരുത്തിയിട്ട് പോകുന്നത് അല്ലേ. ഭയങ്കര ബെഞ്ച് മാർക്കായോ അത്? രതീഷ് ചേട്ടൻ എല്ലാ എപ്പിസോഡ്സും കണ്ടിരുന്നോ ഇറങ്ങിയതിനു ശേഷം? കുറെ എപ്പിസോഡ്സ് കണ്ടിരുന്നു. ഒരുവിധം എല്ലാ എപ്പിസോഡ്സും കാണാറുണ്ട്. അപ്പൊ അതിൽ എന്തെങ്കിലും ഒരു ഭാഗം ഇത് കാണിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ട് എന്തെങ്കിലും മിസ്സായിട്ടുണ്ടായിരുന്നോ? അത് മനസ്സിലായില്ല. അവിടെ ഫുൾ ഡേ ഉണ്ടല്ലോ, അതിൽ ചെറിയൊരു പോർഷൻ ആണല്ലോ നമ്മൾ ഇതിൽ കാണിക്കുന്നത്. അപ്പൊ രതീഷ് ചേട്ടന്റെ നല്ല സൈഡുകളുള്ള പല ഭാഗങ്ങളും ഈ പറയുന്ന 3 ദിവസത്തിൽ ഉണ്ടായിരിക്കാം. അപ്പൊ അത് എന്തെങ്കിലും മിസ്സായ പോലൊരു തോന്നലുണ്ടോ? അത് ഇതിൽ കാണിക്കാതിരുന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, എന്റെ എല്ലാം കാണിച്ചിട്ടുണ്ട്. ഞാൻ നെഗറ്റീവ് ചെയ്തത് അങ്ങനെ തന്നെ പകർത്തി വെച്ചിട്ടുണ്ട്. ഞാൻ പോസിറ്റീവ് ചെയ്തത് അങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ ചെയ്തതെല്ലാം വന്നിട്ടുണ്ട്. ഞാൻ ചെയ്തത് അത് വന്നിട്ടില്ല. ഇപ്പൊ ഞാൻ നെഗറ്റീവ് ചെയ്ത സമയത്ത് ഞാൻ അന്ന് പോസിറ്റീവ് ചെയ്തിട്ടായിരുന്നു. അത് എന്തുകൊണ്ട് ബിഗ് ബോസുകാർ ടെലികാസ്റ്റ് ചെയ്തില്ല എന്ന് ഞാൻ പറയില്ല. കാരണം ഞാൻ നെഗറ്റീവ് ചെയ്ത് അന്നത്തെ ദിവസം ഫുള്ള് ഞാൻ നെഗറ്റീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ തന്നെ അത് ബിഗ് ബോസ് ടീം ഇട്ടിട്ടുണ്ട്. അല്ലാതെ ഇപ്പൊ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ഞാൻ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ പക്കാന്നാണോ പറയണതാവും. കാരണം എന്താ വെച്ചാൽ എനിക്കറിയാം ഞാൻ അവിടെ എന്താ ചെയ്തതെന്നുള്ളത്. അപ്പൊ എനിക്ക് വ്യക്തമായിട്ട് ബോധ്യമുണ്ട്. അട്ടർ നെഗറ്റീവ് ആക്കിയിട്ടുണ്ടായിരുന്നു ആദ്യത്തെ 3 ദിവസം. ആ അട്ടർ നെഗറ്റീവുകൾ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പോസിറ്റീവ് ചെയ്തിട്ടില്ല, ടെലികാസ്റ്റ് ചെയ്യാതെ ഇരുന്നിട്ടുമില്ല. ഞാനും ചെയ്തത് മുഴുവൻ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നല്ലത് ചെയ്തത് അവർ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാൻ അവിടെ ഒരു വേറൊരു കാര്യമില്ല. കാരണം ഞാൻ പൊട്ട ചെയ്തത്, ഞാൻ നെഗറ്റീവ് ഗെയിം കളിച്ചതും ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ നല്ല രീതിയിൽ പോസിറ്റീവ് ഗെയിം കളിച്ചതും ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പരാതികളൊന്നും ഒരു കംപ്ലൈന്റും ഇല്ല. എല്ലാം ബോണസാ. നമ്മുടെ ജാസ്മിൻ ഗബ്രി കോംബോ, അതുപോലെ തന്നെ അർജുൻ ശ്രീതു. അപ്പൊ ഇങ്ങനത്തെ കോംബോസ് ശരിക്കും നമ്മുടെ ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ വർക്ക്ഔട്ട് ആവുമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ അവിടെ പറഞ്ഞിട്ടില്ലേ കോംബോസ് ഒന്നും വർക്ക്ഔട്ട് ആവില്ല എന്ന്. നിങ്ങൾ കേട്ടിട്ടില്ലേ? റീൽസ് ആയിട്ട് ഞാൻ പറയാറുണ്ടല്ലോ. ഒരു കോംബോ മാത്രമാണ് അവിടെ വിജയിച്ചിട്ടുള്ളൂ. അത് ഫസ്റ്റ് ആ കോംബോ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. പിന്നെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന കോംബോ ആണ്. ആ ക്രിയേറ്റ് ചെയ്യുന്ന കോംബോ ഒന്നും വിജയിക്കില്ല. പിന്നെ അത് ഓർഗാനിക്കലി ഉണ്ടായി വരണം. എങ്ങനെ ഞാൻ പറയട്ടെ, അതായത് ഇത്ര ദിവസം കണ്ട് അല്ല ഞാൻ ഇങ്ങനെ പറയാം. അതായത് ഒറ്റ ദിവസം കൊണ്ടേ ഇപ്പൊ നമ്മൾ തമ്മിൽ പരിചയമില്ലാത്ത ഒരാളെന്ന് വിചാരിക്കുക. നമ്മൾ രണ്ടുപേരും, അക്ഷരയും ഞാനും. അക്ഷര എന്നെക്കാട്ടിൽ എത്രയോ താഴെ കേട്ടോ പാവം. അപ്പോൾ നമ്മൾ തമ്മിൽ അവിടെ ഇതാക്കിയിട്ട് ഞാൻ വന്നിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ നമ്മളിരുന്ന് സംസാരിച്ചു. 2ാമത്തെ ദിവസം വേണ്ടിയിട്ട് ഐ ലവ് യു ആണോ? ആണോ? അക്ഷരയ്ക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്കും പറ്റില്ല. ഞാൻ അങ്ങനെ ഒരാളല്ല. ഒരു ദിവസം കണ്ടിട്ട് പിന്നെ അക്ഷര നോക്കി പിറ്റേ ദിവസം ഐ ലവ് യു എന്ന് പറയാം. അങ്ങനെ നിന്നിട്ട് ഐ ലവ് യു അക്ഷര എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അതാണ് സംഭവം. അപ്പൊ ഞാൻ പറഞ്ഞത് കോംബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോംബോ ഉണ്ടാക്കരുത്. ഓർഗാനിക്കലി വരുന്നത് ഓക്കെ. അല്ല ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഞാൻ പറയുന്നത് ഒരു ദിവസം കൊണ്ട് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു ദിവസം കൊണ്ട് പ്രണയം. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോഴും ആ കോംബോ പ്രണയമാണെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പറയുന്നത് അവരത് പ്രണയമാണെന്നേ പറഞ്ഞിട്ടില്ല. അവരത് ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് പലതരത്തിലും ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ, ഒരുപാട് തരത്തിലുള്ള ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഞാൻ പറയുന്നത് അവരെ വിട്ടുപിടിക്കാം നമുക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ
അവര് വന്നതിന് ശേഷം, ഇപ്പൊ ജാസ്മിൻ അതിൻ്റെ ഉള്ളിലാണ്, അവർ വന്നതിന് ശേഷം അവരെന്താണോ പറയുന്നത് അത് കേട്ട് നിൽക്കാനേ നമുക്ക് പറ്റുള്ളൂ, അല്ലേ? അല്ലാതെ ഇപ്പോ അങ്ങനെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു ജയിലിൽ നിന്ന് ഒരു കുറ്റം ചെയ്ത ഒരാള് വന്നു കഴിഞ്ഞതിന് ശേഷം അയാൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ, അയാൾ ജയിലിൽ നിന്ന് വന്ന അയാൾ അന്ന് കുറ്റം ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇപ്പോഴും ആ കുറ്റം തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിയാവില്ല. അപ്പൊ അവര് പറയുന്നത് എന്താ വെച്ചാൽ അത് കേട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ ഇങ്ങനെയാണ്, അത് അങ്ങനെയല്ലേ പറഞ്ഞിട്ട് കുറെ പറയാം, അല്ലാതെ ഒരു കാര്യമില്ലേ. അപ്പൊ ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ശരി അവർക്ക് ശരിയായിരിക്കാം, അവരത് ശരി തെറ്റ് ആക്സെപ്റ്റ് ചെയ്താൽ, അവരപ്പോൾ ഞാൻ ചെയ്തത് തെറ്റാണ് അല്ലെങ്കിൽ അത് ശരിയായിട്ടില്ല എന്നൊക്കെ ഒരു തെറ്റ് ആക്സെപ്റ്റ് ചെയ്താൽ അവർക്ക് ഓക്കെ, അല്ല അവരിപ്പോൾ ചെയ്യുന്നത് ശരിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഓക്കെ, അല്ലാതെ നമുക്ക് അതിൽ പറയാൻ നമ്മളാളല്ല. അപ്പം അവരെന്താ പറയുന്നത് വെച്ചാൽ അതാണ്. പക്ഷെ എന്നെ കുറിച്ച് ഞാൻ പറഞ്ഞത്, എനിക്ക് അങ്ങനെ ഒരു കോമ്പോ ഉണ്ടാക്കാൻ പറ്റില്ല. എനിക്കിപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഫ്രണ്ട്സ് തമ്മിലുള്ളൊരു ഇതുണ്ട്, അപ്പോൾ ആ ഒരു ഫ്രണ്ട്സിൻ്റെ ആ രീതിയിൽ എനിക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്കിപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് എനിക്കിപ്പോൾ അക്ഷരയും ഞാനും കൂടിയിട്ട് അവിടെ ചെന്നിരുന്നു ഫുൾ ടൈം എനിക്ക് എൻ്റെ സ്വഭാവം വെച്ചിട്ട് എനിക്ക് ഫുൾ ടൈം ഒരാളോട് സംസാരിച്ചിരിക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ സ്വഭാവം അതാണ്. ഞാൻ അവിടെ ഓടി നടന്ന് ഗെയിം കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മളിപ്പോൾ അക്ഷരയ്ക്ക് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാൻ പറ്റില്ല, എനിക്ക് പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വേറെ ആൾക്കാരുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കില്ല. അപ്പൊ അങ്ങനെ കണക്ട് ആയതായിരിക്കാം. അപ്പൊ ഞാൻ പറയുന്നത് അതും നമുക്ക് മാറ്റി പിടിക്കാം. അത് അവര് എന്താ പറയണ വെച്ചാൽ അത് ഓക്കെ. ഇനിയിപ്പോ എനിക്ക് അതിൽ താല്പര്യമില്ല, അവരെന്ത് പറയണമെന്ന് കേൾക്കാൻ എനിക്ക് ഒന്നാമത്തെ സമയമില്ല. എനിക്ക് വേറെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ അവരുടേതായിട്ടുള്ള ഗെയിം കളിച്ചതായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഗെയിം കളിച്ചാന്ന് പറഞ്ഞാലോ എന്താവും? ഈ പറഞ്ഞ ചർച്ചകളൊക്കെ അവര് വന്ന് പറയാണ് ഞാൻ ഗെയിം കളിച്ചതാണ്, ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ തീർന്നു, അതാണ് പറഞ്ഞത്. അപ്പൊ നമുക്കത് മാറ്റി പിടിക്കുക. അൺപ്രെഡിക്റ്റബിൾ. ഒരു ഐസ് ബ്രേക്കിംഗ് പോലെ ഉണ്ടാന്നുള്ള ഒരു പാട്ടില്ലേ, അതൊന്ന് പാടിത്തരും. വേണം. ഞാനുള്ള വേദികൾ മുഴുവൻ അത് പാടിയിട്ടുണ്ട്. എന്നാലും ഞങ്ങൾക്കൊന്ന് കേൾക്കണം ആഗ്രഹം. കവിരിത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ, എന്റെ കവിരിത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ, നീ വന്നതെന്തിനോ നീ പോയതെന്തിനോ, നീ വന്നതെന്തിനോ നീ പോയതെന്തിനോ, നീ വന്നാലും പോയാലും ഉണ്ടാ 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 കവിരിത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ, എന്റെ കവിരിത്തുമ്പിൽ കാത്തിരുന്ന പൈതലേ. ഇനി കുറെ ഉണ്ട്, അത് വേണ്ട അല്ലേ? നമുക്കിങ്ങനെ കേട്ടിരിക്കാൻ ഇങ്ങനെ തോന്നും. അതെയോ ദൈവമേ, ആദ്യമായിട്ടാണ് ഞാനൊന്ന് തുടട്ടെ. താങ്ക് യു. ആദ്യമായിട്ടാണ് എൻ്റെ അടുത്ത്, ആദ്യമായിട്ടൊന്നുമല്ല കേട്ടോ. എല്ലാവരും കുറെ പേര് ചെറിയ കുട്ടികൾക്ക് ഒരു രസകരമായിട്ടുള്ള സംഭവം ഉണ്ട്. ഞാൻ ടൗണിലേക്ക് പോയപ്പോഴേ, ഞാൻ പർച്ചേസിങ്ങിന് വേണ്ടി പോയതാണ്. ഒരു ഷോപ്പിലേക്ക് പോയപ്പോൾ ഒരു ചേച്ചി എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് രതീഷല്ലേ, ബിഗ് ബോസിൽ രതീഷല്ലേ, എൻ്റെ രതീഷ് കാരണം എനിക്ക് സ്വൈരക്കേടായിട്ട് തനി തൃശ്ശൂർ ഭാഷ, അതായത് നമ്മളിത് എൻ്റെ തൃശ്ശൂർ ഭാഷ അതിനേക്കാളും തൃശ്ശൂർ, എൻ്റെ രതീഷ് കാരണം തൊഴിലക്കേടായിട്ടാണ്. അപ്പം ഞാൻ എന്താ ചേച്ചി ഇങ്ങനെ, ഞാനേ സ്കൂളിലെ പ്രിൻസിപ്പാളാണ്. അപ്പോ ഒരു ദിവസം ടീച്ചർ വന്നിട്ട് കംപ്ലൈന്റ് പറഞ്ഞു അത്രേ, ഒരു ഉണ്ടാ പാട്ടാത്രേ അവിടുത്തെ. ഈ കുട്ടിന് ശരിക്കും ഉണ്ടായ, ഞാൻ പറയണതല്ല. ആ പരീക്ഷ സമയത്ത് പ്രിൻസിപ്പാൾ നടക്കുമ്പോൾ 3-4 പരീക്ഷ സമയത്ത് ഒരു അരമണിക്കൂർ മുമ്പോ 15 മിനിറ്റ് മുമ്പോ ഇവർ ഈ ഹോളിൽ വെച്ചിട്ട് ഈ ഉണ്ടാ പാട്ട് പാടാത്രേ. അപ്പൊ പ്രിൻസിപ്പാൾ ഉള്ളിൽ കയറി വന്നിട്ട് ചോദിച്ചു, ഇതെന്താ ഈ ഉണ്ടാ ടീച്ചർ അറിഞ്ഞില്ലേ, വലിയ പാട്ടുണ്ട്, ഇത് വലിയ പാട്ടാക്കിയിരിക്കണ ഉണ്ടാവുണ്ട്. അപ്പൊ അല്ല, അങ്ങനെ പിള്ളേരൊക്കെ ഇത് ഇഷ്ടാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അതേപോലെ അക്ഷര ഇഷ്ടാന്ന് പറയുമ്പോൾ സന്തോഷം. അക്ഷരയ്ക്ക് ആ പാട്ട് പാടാൻ അറിയോ? ഇല്ല, എനിക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് പാടാറില്ല. അക്ഷര ഒരു പാട്ട് പാടും, ഞാൻ നോക്കട്ടെ, നല്ല പാട്ടാന്ന് നോക്കട്ടെ. പാട്ട് പാടാൻ ഞാൻ പാടി രതീഷേട്ടൻ കഷ്ടപ്പെടും. അങ്ങനെയാണെങ്കിൽ പാട്ട് പാടിയിട്ടേ വിടുള്ളൂ. അയ്യോ, അതാണ്. ഞാൻ കുറച്ച് വെള്ളം കുടിക്കും. അതെ, പാട്ട് പഠിക്കൂ. ആദ്യമായി പഠിക്കോ? അല്ലല്ല, പാടണം, അല്ലെങ്കിൽ അത് ശരിയാവില്ല, അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്യണ്ട. പാടിക്കോ. അക്ഷര ഇതൊന്ന് ശ്രമിച്ചു നോക്കൂ, ഒന്ന് ശ്രമിച്ചു നോക്കി. ആദ്യമായി പറഞ്ഞേ, ആദ്യമായി എനിക്ക് സംസാരിക്കാൻ ആദ്യമായി പറയൂ. പറഞ്ഞു. ആദ്യമായി പറയൂ കുട്ടി, എന്റെ കുട്ടി ഉള്ളിന്ന് ആദ്യമായി പറയൂ. അങ്ങനെ ഒന്ന് രീതിയിൽ പറഞ്ഞേ. അങ്ങനെ അത്ര രസത്തിൽ എനിക്ക് പാടാൻ പറ്റില്ല, പ്രേക്ഷകര് ഇവിടെ നിർത്തിപ്പോവും. ഞാൻ ആദ്യമായി കണ്ട നാൾ പാതി വിരിഞ്ഞു നിൻ പൂമുഖം, കൈകളിൽ വീണൊരു മോഹന വൈഡൂര്യം നീ പ്രിയ സഖി. അയ്യോ ശ്രുതി പോയി.
അയ്യോ പോയി. ഇതിപ്പോ ഞാൻ പാടിയിരുന്നെങ്കിൽ എന്തായാലും അവസ്ഥ. അയ്യേ മോശമായി. അപ്പൊ ഇത്ര നല്ലൊരു പാട്ട് പാടിയ സമയത്ത് രതീഷേട്ടൻ ഒരു ഗസൽ സിംഗർ ആണ് എന്നുള്ളത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ആ ഗസൽ ഗസലോ ആരത് പറഞ്ഞത്? ഞാൻ ഗസൽ സിംഗർ ഒന്നല്ല. അല്ലേ? അല്ലല്ല. എന്റെ ഇന്നും വന്നീല നിന്നോടൊന്നും ചൊല്ലീല അനുരാഗം മീട്ടും ഗന്ധർവൻ ഈ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരം മണിവളക്കിലിങ്ങണ കയ്യാളെ നിൻ മണിവളക്കിലിങ്ങണതാരാണ് മുഴുതിങ്കൾ ഉദിക്കണ മുകിലോരം മുഴുതിങ്കൾ ഇരിക്കണതാരാണ് നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരം. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് ഞാൻ ഗസൽ സിംഗർ അല്ല. ഞാൻ വെറുതെ ഗസൽ എന്ന് പറഞ്ഞ പാടിയെന്ന് മാത്രം. വരികളൊന്നും അറിയില്ല. നല്ല രസത്തിൽ എന്നാലും മോശമായി പോയി. പാട്ട് നടക്കില്ല. എന്റെ ആദ്യമായി എന്റെ ശ്രുതി തെറ്റിച്ച ആളാ. എത്ര നല്ല ശ്രുതിയിൽ പറഞ്ഞു. എന്റെ അമ്മ ചീത്ത പറയാന്നെ. ബിഗ് ബോസ് ഹൗസിൽ വരുന്നതിന് മുമ്പ് രതീഷ് എന്ന വ്യക്തി എന്താണെന്ന് നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ പറഞ്ഞത്? ഞാനൊരു ചെറിയൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പിന്നെ ഒരു സാധാരണക്കാരനാണ്. പിന്നെ എന്താ ഇതേപോലെ തന്നെ കുറേ സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരു വീട് ഭയങ്കരമായിട്ട് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരാളാണ്. വീട്ടുകാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര. പിന്നെ നാട്ടിലുള്ള ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരാളാണ്. ഞാനിപ്പോൾ ശങ്കരനൂർ അയ്യപ്പ സേവാ സംഘം അതിൽ ഞാൻ കൺവീനറാണ്, ജോയിൻറ്റ് സെക്രട്ടറിയാണ്. പൂങ്കുന്ന ശിവക്ഷേത്രത്തിലെ മെമ്പറാണ്. അല്ലെങ്കിൽ തിരുവമ്പാടി ക്ഷേത്രത്തിലെ ആഘോഷ കമ്മിറ്റി മെമ്പറാണ്. ഞാൻ ആക്റ്റീവായിട്ട് നടക്കുന്ന ഒരാളാണ്. അല്ലാതെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ അതിനൊക്കെ പോകാറുണ്ട്. പിന്നെ ചെറിയ സാമൂഹിക സേവനങ്ങൾ അങ്ങനെയായിട്ട് പോണു. അതേപോലെ തന്നെ ഇപ്പോഴും വേറെ മാറ്റങ്ങളൊന്നും ഇല്ല. പിന്നെ ഇപ്പൊ ബിഗ് ബോസ് കണ്ട് ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ കണ്ടുട്ടാ ബിഗ് ബോസില് എന്തുട്ടാ കാണിക്കണേ എന്നൊക്കെ പറയുമ്പോ ഒരു സന്തോഷം. നമ്മളിപ്പോ ബിഗ് ബോസ് ഷോനെ പറ്റി ഒരുപാട് വിമർശനങ്ങൾ വരുന്ന ഒരു സമയം കൂടി ആയിരുന്നല്ലോ. അപ്പോ എന്തെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്കൊരു ദുരനുഭവം ഉണ്ടായിട്ടില്ല. എനിക്ക് ഒരു സൈഡിലൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. എനിക്ക് എന്ത് ദുരനുഭവം ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ഫുൾ പോസിറ്റീവാ. ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത് ഔട്ടാവുമെന്ന് വിചാരിച്ചില്ല എന്നാണ് കുറേ ആൾക്കാർ പറഞ്ഞിരുന്നത്. എല്ലാവരും. അതായത് എന്നെ ഇഷ്ടപ്പെടുന്ന എനിക്ക് ഒരുപാട് കോൾസ് വന്നിരുന്നു. എവിടെ നിന്നാണ് നമ്പർ കിട്ടിയെന്ന് എനിക്കറിയില്ല. ഒരുപാട് കോൾസ് വന്നിരുന്നു. അതിൽ അമ്മമാരൊക്കെ വിളിച്ചിട്ട് മോനെ എന്ത് രസമായിരുന്നു മോൻ ഔട്ടായി പോകുമെന്ന് വിചാരിച്ചതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മമാരൊക്കെ വിളിച്ചിട്ട് നമ്പറൊക്കെ എവിടെ നിന്നൊക്കെ കിട്ടിയതായിരിക്കാം. അവരൊക്കെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് എത്ര കോളുകളാണ് വന്നതെന്ന് അറിയും. ഔട്ടായി പോകുമെന്ന് വിചാരിച്ചതല്ല, തിരിച്ചു വരണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ മറ്റേ ഹോട്ട്സ്റ്റാറിൽ ലൈവ് പോയിരുന്നു, ഹോട്ട് ചാറ്റ് എന്ന് പറഞ്ഞിട്ട്. ആ ചാറ്റിലൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും. എല്ലാവരും എന്നെ തിരിച്ചു കൊണ്ടുവരണം. അതൊക്കെ വലിയൊരു സന്തോഷമാണ് എനിക്ക്. വലിയൊരു അച്ചീവ്മെന്റ് ആണ്. എൻ്റെ ഒരു ഒരാഴ്ചത്തെ ഗെയിം കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ, എൻ്റെ പ്രേക്ഷകർ എന്നെ തിരിച്ചു കൊണ്ടുവരുന്ന പറയുമ്പോൾ ഇതിൽ പലൊരു വലിയൊരു അവാർഡ് വേറെ ഒന്നും എനിക്ക് കിട്ടാനില്ല. അപ്പോൾ അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ എനിക്ക് കിട്ടിയതെല്ലാം ബോണസാണ്. അതായത് ബിഗ് ബോസ് ആണ് എനിക്ക് എല്ലാം തന്നത്. അപ്പോൾ ബിഗ് ബോസ് എൻ്റെ എല്ലാമാണ്. അപ്പോൾ ഒരാഴ്ച കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരാഴ്ച കൊണ്ട് ഞാൻ ചെയ്തത് മുഴുവൻ ടെലികാസ്റ്റ് ചെയ്ത കാരണമാണ് എല്ലാം ജനങ്ങളിലേക്ക് എത്തിയത്. അതാണ് ഞാനൊരു നല്ല ഗെയിമറാണ് എന്നെ തിരിച്ചു കൊണ്ടുവരുന്ന ജനങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇപ്പോഴും എനിക്ക് ബിഗ് ബോസ് ടീം നല്ലതേ ചെയ്തിട്ടുള്ളൂ. ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പൊ ഗെയിം തീരാറായിട്ടും നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇന്റർവ്യൂവിന് വരുന്നു. അതെന്നെ ഓർത്തിരിക്കണ കാരണമല്ലേ? അതെ, അത് കാരണം അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. ഇപ്പൊ രതീഷേട്ടന് ബിഗ് ബോസിൽ പോയൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അപ്പൊ രതീഷേട്ടൻ്റെ അടുത്ത് ആരെങ്കിലും വന്ന് അവർക്ക് പോകണം, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് എന്ത് പറയും? കാരണം ഇത് വളരെ ഒരു ടഫ് ഗെയിമാണ്. ഭയങ്കര ഇത് എളുപ്പമല്ല. അതായത് ഇത് ഓഡീഷന് പങ്കെടുക്കണം. നമുക്ക് എന്തോ ഒരു ഭാഗ്യം പിന്നെ നമ്മളൊരു എഫേർട്ടും ഉള്ള കാരണമാണ്. അപ്പോൾ ഓഡീഷന് പങ്കെടുത്ത ഒരുപാട് കടമ്പകളുണ്ട് ഇതിൽ. ഇതിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ഞാൻ വിചാരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ കാല് കുത്തി പിറ്റേ ദിവസം ഔട്ടായാലും അതൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് കണക്കാക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ കാല് കുത്തിയിട്ട് പിറ്റേ ദിവസം പോന്നു കഴിഞ്ഞാലും നമ്മൾ ഓഡീഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുന്നത്. അത് നമ്മളൊരു അച്ചീവ്മെൻ്റ് ആണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത് എളുപ്പമല്ല. ഇപ്പം ഞാൻ പറയട്ടെ, ബിഗ് ബോസ് ഷോയിൽ കിട്ടാൻ എളുപ്പമല്ല. കിട്ടിക്കഴിഞ്ഞാലും അവിടെ നിലനിന്ന് പോകാനും എളുപ്പമല്ല. അപ്പം ഞാൻ പറയുന്നത്, ഇപ്പം ഞാൻ നല്ലൊരു ഗെയിമറായിരുന്നു, എല്ലാം ഭയങ്കര, പക്ഷേ ഞാൻ ആഴ്ച എവിക്റ്റായി പോയി. അപ്പോൾ അതൊക്കെ ഒരു ലക്ക് ഫാക്ടറും കൂടിയും അതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ആഗ്രഹമുള്ള ആൾക്കാർ ട്രൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം സത്യസന്ധമാണെങ്കിൽ അതിലേക്ക് വന്നു ചേരും. എളുപ്പമല്ല അത്. ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഈസി ഗെയിമല്ല. എപ്പോഴും ലാലേട്ടൻ എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യം, ഇതൊരു ഈസി ഗെയിമാണോ ചോദിക്കും. ഈസി ഗെയിമല്ല അത്. അതിൻ്റെ ഉള്ളിൽ കയറിയാൽ നമ്മൾ ഈ പ്ലാൻ ചെയ്തതോ അല്ലെങ്കിൽ നമ്മുടെ ഈ മൈൻഡ് സെറ്റൊക്കെ മാറിപ്പോവും.
നമ്മൾ ഭയങ്കരമായിട്ട് വേറെ ഒരു ആളായി മാറും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഓഡീഷൻസൊക്കെ പാസ്സാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് പാസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കയറി കഴിഞ്ഞാൽ നിലനിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിലനിന്ന് കഴിഞ്ഞാൽ നല്ല പേര് സമ്പാദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നല്ല പേര് സമ്പാദിച്ചാൽ ഭാഗ്യം എന്ന് പറയാം. ഇപ്പൊ ഈ ബിഗ് ബോസിൽ കയറുന്ന ആൾക്കാരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പോപ്പുലാരിറ്റി, പൈസ, ഇത് മാത്രമാണ്? അല്ല, പോപ്പുലാരിറ്റി ആണ്. പൈസ എനിക്ക് തോന്നുന്നില്ല. പൈസ ഫോക്കസ് ചെയ്തിട്ടല്ല ബിഗ് ബോസ് മത്സരാർത്ഥികൾ ബിഗ് ബോസിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്നത്. പൈസയൊക്കെ അതും വന്നു ചേർന്നതാണ്. അതിപ്പോൾ ഇത്ര പൈസ വേണമെന്ന് ഞാൻ പറയുന്നത് എന്നെ പോലുള്ള ആളുകൾ. അതിപ്പോൾ എനിക്കൊരു പുറമേ ഒരു ബിഗ് ബോസിന് മുമ്പ് എനിക്ക് വലിയ എക്സ്പോഷർ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. എന്നെ ആൾക്കാർ ആരും തിരിച്ചറിയാത്ത സെലിബ്രിറ്റീസൊക്കെ ചിലപ്പോൾ കാശിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുമായിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ നമ്മളെ പോലുള്ള ആൾക്കാരൊന്നും ഇത്ര രൂപ കിട്ടിയാലേ വരുള്ളൂ അങ്ങനെയൊന്നും നമ്മൾ പറയില്ലല്ലോ. അതൊക്കെ വന്നു ചേരുന്നതാണ്. ഫസ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനോടൊരു സ്നേഹം, ബിഗ് ബോസിനോട് സ്നേഹം. ഞാൻ പോയത് അതാ. എനിക്കിപ്പോൾ എക്സ്പോഷറൊക്കെ നമുക്ക് വന്നു ചേരുന്നതാ. നമ്മളവിടെ ഗെയിം അത് എക്സ്പോഷർ പല രീതിയിൽ എക്സ്പോഷർ ഉണ്ട്. നമ്മളവിടെ ചെന്നിട്ട് നമ്മൾ നെഗറ്റീവായി പോയി കഴിഞ്ഞാൽ അട്ടർ നെഗറ്റീവായി, പിന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ നെഗറ്റീവ് ആ രീതിയിലാണ്. അതെ, അപ്പോൾ എക്സ്പോഷർ ഒക്കെ നമുക്കൊരു ആഗ്രഹമുണ്ട് ബിഗ് ബോസ്. അപ്പം ഞാനൊക്കെ എക്സ്പോഷർ വന്നു ചേർന്നത് എനിക്ക് അതിൽ പങ്കെടുക്കുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് സെറ്റപ്പ്, അത് എങ്ങനെയാണ് ഗെയിം കളിക്കുക. അപ്പോൾ പിന്നെ ഞാൻ ഈ 5 സീസൺ കാണുമ്പോൾ അയ്യോ അത് അങ്ങനെ കളിച്ചെങ്ങനെ അങ്ങനെ ബിഗ് ബോസിനോട് സ്നേഹം എനിക്കുണ്ടായിരുന്നു. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ബിഗ് ബോസിൽ എനിക്ക് പങ്കെടുക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അതിന് വേണ്ടിയിട്ട് സീസൺ 6 ഞാൻ പ്രയത്നിച്ചു. അപ്പോൾ എനിക്കത് കിട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോയി. എന്തോ ഭാഗ്യത്തിന് എല്ലാവരും ഇഷ്ടപ്പെട്ടു, ഒരാഴ്ച കൊണ്ട് ഇഷ്ടപ്പെട്ടു. അതെ, പിന്നെ ഞാനൊരു 2ാം ആഴ്ച നിന്ന് കഴിഞ്ഞാൽ ഞാൻ 100 ദിവസം ഞാൻ പറയുന്നു എന്തായാലും ഞാൻ നിൽക്കുന്നു പറയുന്നു. പക്ഷെ അത് പോസിറ്റീവായിട്ട് തന്നെയാണോ നെഗറ്റീവായിട്ട് അതൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ നമുക്കൊരു ചൂതാട്ടാ. അതിൻ്റെ ഉള്ളിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല പേരോ അല്ലെങ്കിൽ നല്ല പേരോ ഒറ്റ നിമിഷത്തിൽ പൊട്ട പേരാവാനും മതി. അപ്പോൾ നമ്മൾ കളിക്കുമ്പോൾ അത് പിന്നെ നമ്മൾ വളരെയധികം നോക്കി ആലോചിച്ച് ഒക്കെ പോകണം. ഞാൻ അങ്ങനെയൊന്നും ആലോചിച്ചൊന്നുമില്ല. എനിക്ക് പങ്കെടുക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് നല്ല ഇമേജ് പുറത്തേക്ക് വരണമെന്ന് വെച്ചാൽ ഞാൻ നെഗറ്റീവ് ഗെയിംസ് കളിക്കില്ലായിരുന്നു. ഞാൻ എന്ത് ഇമേജ് ആയാലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ കളിക്കാൻ വേണ്ടി പോയാണ്, ഞാൻ കളിക്കും എന്ന് ഉറപ്പിച്ചാൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അത് കളിച്ചു. അപ്പോൾ ഇനി വരാൻ പോകുന്ന ആൾക്കാർ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ലക്കാണ്. കിട്ടിയിട്ട് പിന്നെ അത് പെർഫോം ചെയ്യുക. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ, നമ്മൾ പോസിറ്റീവ് മാത്രം ചിന്തിച്ച് പോകരുത്. നമ്മൾ എന്തും സഹിക്കാൻ വേണ്ടിയിട്ട് വേണം പോകണമെങ്കിൽ. ബിഗ് ബോസ് ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യം നമുക്ക് വേണം. ബിഗ് ബോസിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കപ്പടിക്കാൻ ആഗ്രഹിച്ച് പോകുന്ന ആൾക്കാരാണ്. എല്ലാവർക്കും പോസിറ്റീവ് ഇമേജ് കിട്ടണമെന്ന് ആഗ്രഹിച്ച് പോകുന്ന ആൾക്കാരാണ്. പക്ഷെ അതൊന്നും ആയിരിക്കില്ല പുറത്ത് സംഭവിക്കുക. പുറത്ത് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ഉൾട്ടായിരിക്കും സംഭവിക്കുക. അപ്പോൾ എന്തും ഫേസ് ചെയ്യാൻ പുറത്തിറങ്ങിയാൽ അതിൻ്റെ ഉള്ളിലല്ല, അതിൻ്റെ ഉള്ളിൽ നമ്മളൊന്നും അറിയില്ല. അത് നല്ല വേറെ ലെവലുള്ള ഷോ ആണ്. കാരണം എന്താ വെച്ചാൽ നമുക്കൊന്നും അറിയാൻ പറ്റില്ല അവിടെ. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു മനസ്സുണ്ടാവണം. നമ്മൾ ഡൗൺ ആയി പോകരുത്. അപ്പം അതൊക്കെ മൈൻഡ് സെറ്റ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകണമെങ്കിൽ. എളുപ്പമല്ല. ഈ സീസണിൽ ഉള്ളിലുള്ളേക്കാട്ടും അടി കൂടുതലാണ് പുറമേ എന്നുള്ളത് എല്ലാവരും ഇപ്പൊ പറയുന്നത് എന്താ അറിയോ, ഇപ്പൊ കുറെ യൂട്യൂബ് ചാനലുകാർ പറയുന്നത് ഓരോരുത്തരെ എവിക്ട് ചെയ്യുമ്പോഴേ വെൽക്കം ടു റിയൽ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത്. അതെ, ഇപ്പൊ റിയൽ ബിഗ് ബോസ് ഹൗസ് പുറത്താണ്, ഉള്ളില് ഒരു ഷോ ആണ്. അതെ, അന്നാള് ഒരു ചാനലിൽ എവിക്ട് ആയി പോയില്ല, നോ പ്രോബ്ലം, വെൽക്കം ടു റിയൽ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ ചർച്ച ഈ സമയത്ത്, അതായത് ഈ സീസണാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടന്ന ഒരു സീസൺ ഈ സീസണാണ്. അപ്പോൾ ചർച്ചകൾ വരട്ടെ, അത് നല്ലതായാലും പോസിറ്റീവായാലും ചർച്ചകൾ വേണമല്ലോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രേക്ഷകർ സ്ട്രോങ് ആണ്. പിന്നെ ഇവിടുത്തെ നിങ്ങളെ പോലുള്ള ചാനലുകാരും സ്ട്രോങ് ആണ്. അതെ, അപ്പോൾ അവിടെ നല്ലത് ഏതാ പൊട്ട ഏതാന്ന് കറക്റ്റായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് എല്ലാവരും. അപ്പൊ എല്ലാം നമ്മൾ ഫേസ് ചെയ്യണം. അതെ, നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് 2ാമത് ഗസ്റ്റ് ആയിട്ട് വന്നല്ലോ, അപ്പോ എവിക്ട് ചെയ്തപ്പോ ഒരു വിഷമം ഉണ്ടായിരുന്നു? അത് എനിക്ക് വിഷമമുണ്ടായിരുന്നു. ഞാനത് എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ 5 പേരുടെ കയ്യിലും രതീഷ് എവിക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിച്ചപ്പോൾ എനിക്ക് വിഷമത്തിലുപരി ഞാൻ ഞെട്ടുകയാണ് ചെയ്തത്. കാരണം ഇതെന്താണ് 5 പേരുടെ കയ്യിൽ എൻ്റെ പേര് എഴുതി കാണിച്ചത് എന്ന് വിചാരിച്ചു. കാരണം ഗസ്റ്റ് അല്ലേ, ഞാൻ ഗസ്റ്റായി പോയ ഒരാളെ അല്ല, ഞാനതിൽ മറ്റേ കണ്ടസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് വോട്ടിംഗ് പാനലൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. പക്ഷെ വോട്ടിംഗ് പാനലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊരു ഫണ്ണായി ഞാൻ പിന്നീട് ചോദിച്ചറിഞ്ഞപ്പോൾ അത് ഫണ്ണായിട്ട് ചെയ്തതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാനത് മറന്നത് എന്നെ ലാലേട്ടൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി.
അതാണ് ഞാൻ അതൊക്കെ മറന്നുപോയത്. കാരണം വെച്ചാൽ ഞാൻ കൺഫെഷൻ റൂമിൽ നിന്ന് വന്ന ഒരാളാണ് ഗസ്റ്റായിട്ട്. തിരിച്ച് അവർക്ക് വേണമെങ്കിൽ കൺഫെഷൻ റൂമിൽ കൂടെ എന്നെ പറഞ്ഞു വിടാമായിരുന്നു. പക്ഷെ അവരത് കൺഫെഷൻ റൂമിൽ പറഞ്ഞു വിടാതെ എന്നെ ലാലേട്ടൻ്റെ അടുത്തേക്ക് വീണ്ടും എത്തിച്ചു. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് അതും ബിഗ് ബോസ് തന്ന ഒരു നല്ല ഒരു ഇതാണ്, ഒരു പോസിറ്റിവിറ്റിയാണ്. 5 പേരുടെ കയ്യിലും രതീഷ് എവിക്റ്റ് എന്ന് പറയുമ്പോൾ ഞാനും ഞെട്ടിപ്പോയി. കാരണം ഞാൻ വിചാരിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ വിഷമത്തിനുപരി ഞാൻ ഇങ്ങനെ ഞാൻ ഗസ്റ്റായിട്ട് പിന്നെ എന്തിനു 5 പേരുടെ കയ്യിലും എന്നെ എവിക്റ്റ് ചെയ്തത്. അപ്പൊ എനിക്ക് വലിയ അത്ഭുതം, വിഷമം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എനിക്ക് വലിയ അത്ഭുതം തോന്നിയില്ല, വലിയ വിഷമം. ആ സമയത്ത് നമ്മൾ ഞെട്ടുകയാണ് ചെയ്തത്. 5 പേരുടെ കയ്യിൽ രതീഷ് എവിക്റ്റ്, 5 പേരുടെ കയ്യിൽ. അപ്പൊ ഞാനത് എന്താ സംഭവം എനിക്ക് തന്നെ മനസ്സിലാവണില്ല. അത് കഴിഞ്ഞിട്ടാണ് ലാലേട്ടൻ രതീഷ് എൻ്റെ അടുത്തേക്ക് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് ഫണ്ണായിട്ട്. പിന്നെ അവര് ഞാനത് വേറൊരാളോട് ചോദിച്ചപ്പോൾ അത് ഫൺ രീതിയിൽ ചെയ്തതാണെന്ന് പറഞ്ഞത്. പക്ഷെ എന്നെ ലാലേട്ടൻ്റെ അടുത്തേക്ക് എത്തിച്ചു. കൺഫെഷൻ കൂടെ എന്നെ മുഖം മൂടിയിട്ട് കൊണ്ടുവന്ന എന്നെ ലാലേട്ടൻ്റെ അടുത്ത് എത്തിച്ചു എന്ന് മാത്രമല്ല, ലാലേട്ടൻ കുറെ എൻ്റെ അടുത്ത് സംസാരിച്ചു. അതൊക്കെ ടെലികാസ്റ്റിംഗിൽ അത് വേണ്ടതൊക്കെ ടെലികാസ്റ്റിന് വന്നിട്ടുണ്ട്. എല്ലാം അല്ല സംസാരിച്ച എല്ലാം എന്നല്ല, എന്നാലും വേണ്ട പോയിന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ലാലേട്ടൻ്റെ അടുത്ത് കുറെ സംസാരിച്ചിട്ടുണ്ടായി. എൻ്റെ അടുത്ത് കുറെ കാര്യങ്ങൾ അവിടുത്തെ കണ്ടസ്റ്റന്റിനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ എനിക്കത് കണ്ടില്ലേ, എനിക്കത് മറുപടി പറയാൻ എനിക്ക് സാധിച്ചു. അപ്പൊ എന്നെ ലാലേട്ടൻ്റെ അടുത്ത് എത്തിച്ചല്ലോ, അത് കാരണം അത് ഞാൻ മറന്നു. അത് കുഴപ്പമില്ല. ഫിനാലേക്ക് പോകുന്നുണ്ടോ? എന്തൊക്കെയാണ് അതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ? പെർഫോമൻസ് കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നും പറഞ്ഞിട്ടില്ല, അതൊന്നും നമുക്കറിയില്ല. അത് അല്ലാതെ പ്രിപ്പറേഷൻ ഒന്നും ഇല്ല. നമ്മൾ എവിക്റ്റ് ആയിട്ട് പിന്നെയും മുന്നോട്ട് പോണതല്ലേ. അപ്പൊ പ്രിപ്പറേഷൻ ചെയ്തിട്ട് ഗെയിമൊക്കെ കഴിഞ്ഞില്ലേ, അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ 2-3 ദിവസം ഉണ്ടാവും അത്ര തന്നെ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ ഇപ്പോൾ ഗെയിമറായിട്ടല്ല പോണത്, നമ്മൾ ഫൈനലിന് വേണ്ടിയിട്ട് പോണതല്ലേ. അപ്പോൾ ഗെയിമേഴ്സ് അവിടെ ഉണ്ടാവും, ഫൈനൽ 5 ഫൈനൽ 7 ഒക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ പോകുന്നു, പിന്നെ അതിലൊരു ഭാഗമാവുന്നു. ഫൈനലിൽ നമുക്ക് നോക്കാം. രതീഷേട്ടന്റെ ടോപ്പ് 5 ആരൊക്കെയാണ്? ജിൻഡോ എന്തായാലും ഉണ്ടാവും, ജാസ്മിൻ ഉണ്ടാവും, പിന്നെ നമുക്ക് അറിയില്ല ബാക്കിയൊക്കെ ഇപ്പൊ ഇങ്ങനെ മാറി വരുന്നു. ജിൻഡോ എന്തായാലും ഉണ്ടാവും, ജിൻഡപ്പൻ ഉറപ്പായിട്ടുണ്ടാവും, ജാസ്മിൻ ഉറപ്പായിട്ടുണ്ടാവും. ബാക്കിയൊക്കെ അവര് തീരുമാനിക്കട്ടെ. അതായത് പിന്നെ ടിക്കറ്റ് ഫിനാലെ അടിച്ചു കഴിഞ്ഞാൽ അഭിഷേകം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ടിക്കറ്റ് ഫിനാലെ അഭിഷേകം അടിക്കുന്നതാണ് തോന്നുന്നത്. കാരണം പോയിന്റ് നിലവാരം ഇപ്പോൾ അഭിഷേകനെ കൂടി നിൽക്കുന്നത്. അപ്പൊ അഭിഷേകം അതിൽ ഉണ്ടാവും. പിന്നെ അവരുടെ കളി അനുസരിച്ചിട്ടായിരിക്കും, എന്ത് മാറി മറിയാലോ. വിന്നർ ആവാൻ ചാൻസ് ഉള്ളത് ആരാ? എന്റെ ജിൻഡപ്പൻ വിന്നർ ആവണം, അത് നമ്മുടെ ആഗ്രഹമാണ്. എന്നാണ് എന്റെ ഒരു വിശ്വാസം. ആ വിശ്വാസം നടക്കട്ടെ. ഡിസേർവിംഗ് വിന്നർ അപ്പോൾ ജിൻഡപ്പൻ തന്നെയാണ്. ആ ജിൻഡപ്പൻ എന്റെ ചങ്കാണ്. പിന്നെ ജിൻഡപ്പൻ കപ്പെടുത്ത എന്റെ മല്ലയ്യ കപ്പെടുത്ത ഞാൻ കപ്പെടുത്ത പോലെയാ. അപ്പോ എനിക്ക് എന്റെ കൂട്ടുകാരൻ, എന്റെ ചങ്ക്, എന്റെ എല്ലാമായ ജിൻഡപ്പൻ വിജയിക്കണം എന്നാണ് എനിക്ക്. ഓക്കെ, അപ്പൊ ഇനി ഒരു റാപ്പിഡ് ഫയർ റൗണ്ട് ആണ്. ഒരു 5 ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കും. ഇതില് ആരൊക്കെയാണെന്നുള്ള പേരൊന്ന് പറഞ്ഞാൽ മതി. റെഡി അല്ല? സ്പീഡിൽ പറയണം, ആലോചിക്കാനുള്ള ടൈമില്ല. ഓക്കെ, ചോദിക്കട്ടെ. മോസ്റ്റ് ഇറിറ്റേറ്റിംഗ് കണ്ടസ്റ്റന്റ്? രതീഷ് കുമാർ. അത് സ്വന്തം പേര് പറയാൻ പറ്റില്ല. സ്വന്തം പേരല്ലാതെ വേറെ ആരാ? സ്വന്തം പേരല്ലാതെ ഇറിറ്റേറ്റിംഗ് നോറ. ഓക്കെ, ഫേക്ക് പേഴ്സൺ? ഫേക്ക് പേഴ്സണാ? പാസോ? പറയില്ല, രക്ഷയില്ല. ക്ലൂ വേണ്ട. ഓക്കെ, സേഫ് ഗെയിമർ? ഫേക്ക് പേഴ്സൺ എന്നൊക്കെ എനിക്കറിയാം, പക്ഷെ അത് പറയണ്ട, അവസാനായില്ലേ. സേഫ് ഗെയിമർ? സേഫ് ഗെയിമേഴ്സ് ഒരുപാടുണ്ട്. എന്നാലും പെട്ടെന്ന് പറയുകയാണെങ്കിൽ ശ്രീതു സേഫ് ഗെയിമറാണ്, അർജുൻ സേഫ് ഗെയിമറാണ്, അവരൊക്കെ സേഫ് ഗെയിമേഴ്സ് ആണ്. ഒരുപാടുണ്ട് സേഫ് ഗെയിമേഴ്സ്. അൺഡിസേർവിംഗ് പേഴ്സൺ? അല്ല, എനിക്ക് അറിയാം, എനിക്ക് മനസ്സിലായി. അൺഡിസേർവിംഗ് പേഴ്സൺ എനിക്കറിയാം, ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ്സാ. അതൊന്നും ഇപ്പൊ പറയണ്ട. ഞാൻ രക്ഷപ്പെടുന്നതല്ല, ഗെയിം കഴിയാറായി. അപ്പോ ഇനിയിപ്പോ ഞാനത് പറഞ്ഞിട്ട് അതൊരു ഇത് വേണ്ട. ശരി, ഇതുവരെ ഐഡന്റിറ്റി റിവീൽ ആക്കാത്ത ആരെങ്കിലും ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അത് സായി. നമ്മൾ ഉദ്ദേശിച്ച ആളല്ല. അത് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? അതെ. എവിക്റ്റ് ആയ ഒരാളെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയാൽ രതീഷേട്ടൻ അല്ലാതെ ആരെ റീപ്ലേസ് ചെയ്യും? അവിടുന്ന് എവിക്റ്റ് ആയി പോയ ആളുകളുണ്ടല്ലോ, അതിൽ നിന്ന് ഒരാളെ തിരിച്ച് അതിലേക്ക് വിടാണെന്ന് വിചാരിച്ചു. രതീഷേട്ടൻ അല്ലാതെ ആരെ തിരിച്ചു വിടും? എനിക്ക് ഒരാളെയും തിരിച്ചുവിടാൻ ഇഷ്ടമല്ലേ? ഞാൻ തന്നെ പോയാൽ മതി. ഓക്കെ, ഇനിയിപ്പോ കുറച്ച് പേരുടെ പേര് ചോദിക്കും, ഒറ്റ വേർഡ് പറയണം അവരെ കുറിച്ച്. ഓക്കെ, ജാസ്മിൻ? ഗുഡ് ഗെയിമർ. ഓക്കെ, ഗബ്രി? ഗുഡ് പേഴ്സൺ. സിജോ ഓൾസോ ഗുഡ് പേഴ്സൺ. അങ്ങനെ പറ്റില്ല, റിപ്പീറ്റ് അടിക്കാൻ പറ്റില്ല. ഫോക്കസ്ഡ് പ്ലെയർ. ഓക്കെ, റോക്കി?
റോക്കി ഫസ്റ്റ് വരുന്ന തോട്ട് പറയണം. ഫസ്റ്റ് മനസ്സിൽ വരില്ല റോക്കി എന്ന് പറയുമ്പോൾ മാസ്. ഓക്കെ. ജിൻഡോ. ജിൻഡോ ജിൻഡോ വെരി ഗുഡ് ബ്രില്യൻ പ്ലെയർ. ഓക്കെ. ഋഷി. ഋഷി ഋഷി സേഫ് ഗെയിമർ. സേഫ് ഗെയിമറാണ്. നന്ദന. നന്ദന നന്ദന എന്തു പറയുന്നതാണ്? നന്ദന ഒറ്റ വാക്ക് എന്തെങ്കിലും പറയാം, ഒറ്റ വാക്ക് പറയണം. നന്ദന കുഴപ്പമില്ല. കുഴപ്പമില്ല എന്നാണ് പറയണ്ടേ? നോട്ട് ബാഡ്. നോട്ട് ബാഡ്. ഓക്കെ. അർജുൻ. സേഫ് ഗെയിമർ. സേഫ് ഗെയിമറാണ്. നോറ. നോറ ഗെയിമർ പ്ലസ് ഹൈലി ഇറിറ്റേറ്റിംഗ് ലേഡി. സുരേഷ്. അപ്പം ഔട്ടായി പോയതല്ലേ, എന്നാലും പറയാലോ. നല്ല ഗുഡ് പേഴ്സണാലിറ്റി. ഇനി ലാസ്റ്റ് ആള് ജാൻമണി. ജാൻമണി മൈ സിസ്റ്റർ, മൈ ഓൾ, എൻ്റെ എല്ലാമാണ് ജാൻമണി. വെരി ഗുഡ് ഹ്യൂമൻ ബീങ്, വെരി ഗുഡ്. യമന ചേച്ചി. യമന ചേച്ചി ജെനുവിൻ. ജെനുവിനാണ്. ഓക്കെ. ഏഷ്യാനെറ്റ് ഓൾറെഡി രതീഷ് ചേട്ടൻ വരുന്നതിന് മുമ്പ് തന്നെ നല്ല പ്രൊമോഷൻ ചേട്ടന് തന്നിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? കണ്ടന്റ് ഉണ്ടെന്ന് അവർ മനസ്സിലാക്കിയിട്ട് അത് എനിക്കറിയില്ല, അത് എന്തോ എൻ്റെ ഭാഗ്യം. പിന്നെ അവർക്ക് അത് തോന്നിയിട്ടുണ്ടായിരിക്കാം എന്നെ പ്രൊമോട്ട് ചെയ്യണമെന്ന് തോന്നിയില്ല. അല്ല, അങ്ങനെ പ്രൊമോട്ട് ചെയ്ത കാരണമാണ് ഇപ്പോൾ എന്നെ ആൾക്കാർ മനസ്സിലാക്കിയത്. അങ്ങനെ ഒരാളുണ്ട്, അത് കാവ്യത്തുമ്പിൽ ആ പാട്ട് വെച്ചിട്ടാണ് എന്നെ പ്രൊമോട്ട് ചെയ്തത്. അതെ, അപ്പോൾ ഇങ്ങനെ ഒരാളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഏഷ്യാനെറ്റ് എന്നെ അത്രയും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കാരണം ഇതിന് മുമ്പ് ഇങ്ങനെ ഒരാളുണ്ട്, ഇങ്ങനെ ഒരാൾ. അപ്പോൾ എല്ലാവരും വിചാരം ഒരു ഞാനൊരു കാതികനാണോ, അല്ലെങ്കിൽ വല്ല നാടകം നടന്നോ, അല്ലെങ്കിൽ സീരിയൽ ആർട്ടിസ്റ്റ് ആണോ, അല്ലെങ്കിൽ വെറുതെ പ്രൊമോഷന് വേണ്ടിയിട്ട് വരാണോ എന്നൊക്കെ കുറേ കൺഫ്യൂഷൻ അതന്നെയായിരിക്കും ഇവർ വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു കൺഫ്യൂഷൻ. അപ്പം ഞാനൊരു മത്സരാർത്ഥിയായിട്ട് അതിൽ വരുന്ന ആരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് എന്നെ കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി. അപ്പോൾ ഏഷ്യാനെറ്റ് തന്നെ അങ്ങനെ ഒരു പ്രൊമോഷൻ തന്നതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ മോഷൻ ഗ്രൂപ്പിനോടും ഏഷ്യാനെറ്റിനോടും ബിഗ് ബോസ് ടീമിനോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർക്ക് അത് അങ്ങനെ ഒരു പ്രൊമോട്ട് ചെയ്യാൻ തോന്നിയല്ലോ എന്നെ. അത് കാരണം കുറച്ച് ആൾക്കാരെ അറിഞ്ഞു. അത് കാരണമാണ് ആ ഹൗസിലുള്ള ആൾക്കാർ എന്നെ തിരിച്ചറിഞ്ഞത്. ഇപ്പം അങ്ങനെ ഒരു പ്രൊമോഷൻ ആ ഒരു പാട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഹൗസിലുള്ള ആൾക്കാർ എന്നെ തിരിച്ചറിയില്ല. ഞാൻ പിന്നെ എന്നെ ഇങ്ങനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ പറയണമായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു പാട്ട് വന്ന കാരണം പിന്നെ എന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല. അവർക്ക് മനസ്സിലായി. എന്നെ വന്നപ്പോൾ എന്നെ ജിൻഡോ ആണ് പറഞ്ഞത് ആ പാട്ട് പാടിയിട്ട് വന്നതെന്ന് പറഞ്ഞു. ഫസ്റ്റ് പറഞ്ഞത് അവനാ ആ പാട്ട് പാടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആ പാട്ട് പാടി തുടങ്ങിയത്. പിന്നെ നിൽക്കണം എന്ന ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഞാൻ നിൽക്കും എന്ന് വിചാരിച്ച ഒരാളാണ്, പക്ഷെ എനിക്ക് നിൽക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. അതെ, അൾട്ടിമേറ്റിലേക്ക് വിളിച്ചാൽ പോവാം, തീർച്ചയായിട്ടും പോകും. അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ എത്തിന്ന് പറഞ്ഞിട്ട്. അതെ, ബിബി അൾട്ടിമേറ്റ് ഉണ്ട് എന്നൊക്കെ അറിഞ്ഞോ? വലുത് അറിഞ്ഞോ? ഇല്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ ഓൾറെഡി. അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇനി ഇടയ്ക്ക് ഒരു സീസൺ ബ്രേക്ക് ചാൻസ് ഉണ്ട്. ഡെഫിനറ്റ്ലി കയറണം. കാരണം ഒരു ഫുൾ പാക്കേജ് ഓഫ് എന്റർടൈനർ ആണ് ചേട്ടൻ. അപ്പൊ എന്തായാലും കയറണം എന്നാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. എന്തായാലും അങ്ങനെ ഒരു ഷോ, അങ്ങനെ ഒരു അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞ ഷോ ഉണ്ടെങ്കിൽ എനിക്ക് അതിൽ വിളി വന്നാൽ തീർച്ചയായിട്ടും ഞാൻ പങ്കെടുക്കും. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഗെയിം കളിച്ച് മതിയായിട്ടില്ല. എൻ്റെ ഗെയിം രീതികളൊന്നുമല്ല, ഞാൻ ഒന്നും എടുത്തിട്ടില്ല. എനിക്ക് അത് എടുക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അത് അൾട്ടിമേറ്റ് വരികയാണെങ്കിൽ എനിക്ക് ഭയങ്കര, അൾട്ടിമേറ്റിൽ എന്ന് പറഞ്ഞാൽ എല്ലാ സീസണിലെയും ബെസ്റ്റ് കണ്ടസ്റ്റൻസ്, അതായത് ഗെയിം കളിക്കുന്ന ആൾക്കാരാണ്. അത് തീപാറും. എനിക്കതാ ഇഷ്ടം. എനിക്ക് ഒരാള് ഞാൻ ഒന്ന് പറഞ്ഞാൽ തിരിച്ച് 10 പറയുന്ന ആൾക്കാരെ എനിക്ക് ഇഷ്ടം. അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് ഗെയിം കളിക്കാൻ ഒരു സുഖം ഉണ്ടാവും. നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒതുങ്ങി കൂടുന്ന ആൾക്കാരുടെ അടുത്ത് ഗെയിം കളിക്കാൻ നമ്മൾ പിന്നെ പോവില്ല. അൾട്ടിമേറ്റ് വന്നാൽ അത് ശരിക്കും അതൊരു നമുക്ക് എനിക്ക് പറ്റിയൊരു ഷോ തന്നെയാണ്. നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഞാനൊരു 7 ദിവസമാണ് ഞാൻ ബിഗ് ബോസ് സീസൺ 6 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ 7 ദിവസം കൊണ്ട് നിങ്ങളെല്ലാവരും ഇപ്പോഴും എന്നെ ഓർത്തിരിക്കുന്നു, ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നു. ഇപ്പോഴും എൻ്റെ കുറേ റീൽസൊക്കെ ആയിട്ട് ഒരുപാട് എനിക്ക് വരാറുണ്ട്, മെസ്സേജസും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇപ്പോഴും എന്നെ ഓർത്തിരിക്കുന്നു. അതിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. മാത്രമല്ല, പ്രേക്ഷകരാണ് എന്നെ ഇതുവരെ കൊണ്ടെത്തിച്ചത്. ഒരു 7 ദിവസം കൊണ്ട് എല്ലാ പ്രേക്ഷകരും പറയുന്നത് ഒരു 70 ദിവസത്തെ കണ്ടന്റ് കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നതെന്ന് പറയുന്നു. അപ്പോൾ എല്ലാവരും എന്നെ ഓർത്തിരിക്കുന്നു. അതും പോസിറ്റീവായിട്ട് എന്നെ ഞാൻ എവിക്റ്റ് ആയത് അൺഫെയർ ആയിട്ട് എവിക്ഷനാണ്, തിരിച്ചു കൊണ്ടുവരണമെന്ന് ഓരോരുത്തരും വോട്ട് ചെയ്യാൻ പറ്റാത്ത ഓരോ പ്രേക്ഷകരും എന്നെ തിരിച്ചു കൊണ്ടുവരണം വോക്കലി പറഞ്ഞു. അത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവാർഡാണ്, എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സപ്പോർട്ടാണ്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട്, ഈ ഒരു പ്രേക്ഷകരുടെ ഒരു പിൻബലം എനിക്ക് എപ്പോഴും വേണം. അപ്പോൾ ഇനിയും എന്നെ വേറെ കുറേ മേഖലകളിൽ നിങ്ങൾ കാണാൻ പറ്റും. ബിഗ് ബോസ് സീസൺ 6 തീർന്നു കഴിഞ്ഞാൽ വേറെ കുറേ അവസരങ്ങൾ, ഇങ്ങനെ നല്ല നല്ല അവസരങ്ങൾ ഇങ്ങനെ
വന്ന് ചേരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ചേർന്ന് ഇങ്ങനെ വന്ന് ചേർന്ന സാധനങ്ങളൊക്കെ എനിക്ക് ഇനി ചെയ്യാനുണ്ട്. അപ്പോൾ എന്നെ പല പല രീതികളിലും പ്രേക്ഷകർക്ക് ഇനി കാണാം. അപ്പോൾ എൻ്റെ ഇനി വരുന്ന കാര്യങ്ങളും എനിക്ക് ഇതേപോലെ തന്നെ ആ കാര്യങ്ങൾക്കും സപ്പോർട്ട് തരണമെന്ന് ഞാൻ പ്രേക്ഷകരോട് പറയുന്നു. ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് രതീഷ് ചേട്ടാ. നമ്മുടെ ബലേസ പ്രൈം ടോക്കിൽ ഇത്രയും സമയം നമ്മുടെ കൂടെ വളരെ എൻ്റർടൈനിങ് ആയിട്ട് തന്നെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ഇനി ഒരുപാട് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരട്ടെ. BB അൾട്ടിമേറ്റിൽ കാണണം. BB അൾട്ടിമേറ്റിൽ എന്തായാലും കാണും, തീർച്ചയായിട്ടും കാണും. തീപാറും. ഓക്കെ, താങ്ക് യു സോ മച്ച്. വെൽക്കം.